ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിനാടകീയ രംഗങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പിന്നാലെ സഭ ബഹിഷ്കരിച്ചിരിക്കുന്നു. പ്രതിപക്ഷം ഇപ്പോൾ പ്രതിപക്ഷ വി.ഡി. സതീശൻ സഭാ കവാടത്തിൽ സംസാരിക്കുകയാണ്. ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അത് അവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡൻ്റാണ്, ഒരിക്കലും വരാൻ പാടില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. പാലക്കാട് MLA കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം, ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ നിയമസഭാംഗത്വം പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പാടില്ല. ഇപ്പോൾ കൺവിക്റ്റ് ചെയ്തു ആന്റണി രാജുവിൻ്റെ, അപ്പോൾ നിയമമുണ്ട് അത് കളയാൻ, നിയമമുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, അല്ലാതെ നിയമമുണ്ട്. ഒരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു MLA എല്ലാ MLA കേസിൽ പ്രതികളാണ്, ഏതെങ്കിലും കേസിൽ പ്രതികളാ എല്ലാ MLA. അപ്പോൾ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക, അല്ലേ? നമ്മളെല്ലാം പ്രതികളാണ്, ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതികളാണ്. MLA കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചാൽ എല്ലാ MLA കേസിൽ പ്രതികളാണ്. ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്നൊരു ഭരണമുന്നണി തീരുമാനിച്ചാൽ പ്രതിപക്ഷം അല്ല, ഏത് കേസായാലും അപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യായിരുന്നു? അല്ലല്ല, അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണം? അത് ആവശ്യമില്ലാത്ത പ്രീസിഡന്റ് ആവാൻ പാടില്ല. ആരുടെ കേസിലാണ്? അല്ലല്ല, അതൊക്കെ പിന്നീട് സംസാരിക്കും. വേറെ എന്തെങ്കിലും അതിപ്പോ ഞാൻ വ്യക്തമാക്കിയത് കേട്ടില്ലേ? SIT മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നു. കേസ് അന്വേഷണം മന്ദഗതിയിലായി, കേസിലെ പ്രതികൾ ഒന്നൊന്നായി. സുപ്രീം കോടതി വരെ ജാമ്യം കൊടുക്കാത്ത കേസാ. എന്തിനാണ് ഇങ്ങോട്ട് ജാമ്യം? അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിൽ വരുന്നോ എന്ന് CPM നേതാക്കളോടാണ് ചോദിച്ചത് സുപ്രീം കോടതി. എന്നിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാത്ത പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടിയ ഒരു പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാ? SIT ആണ് ഉണ്ടാക്കി കൊടുത്തത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം. അതാണ് ഞങ്ങളുടെ നിലപാട്. പൂർണ്ണമായ തൃപ്തി കോടതി രേഖപ്പെടുത്തി 3 ഉദ്യോഗസ്ഥരെ അനധികൃതമായി നിയമിച്ചു എന്ന വാദം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി ഇടപെട്ടെന്ന് ആ വാദം പൂർണ്ണമായി തള്ളിയ ശേഷം SIT പൂർണ്ണമായി തൃപ്തി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആർക്കെതിരെയാണ്, എന്ത് പ്രകസനമാണെന്നാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ്, ഇതുപോലത്തെ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം സഭയിൽ അവതരിപ്പിക്കണ്ടേ? ജനത്തിന് കേൾക്കാനുള്ള ആഗ്രഹമില്ലേ? ഒരുപാട് ചോദ്യം ചോദിച്ചു. ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി പറയാം. കോടതി തന്നെയാണ് ഞാനിവിടെ വായിച്ചത്. കോടതിയുടെ ഒരു വിധി പറയട്ടെ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് laxity in investigation during the period between 5/12/25 and 19/12/25 and the same was pointed out in the earlier bail order also. പിന്നെ വേറെ നിങ്ങൾ തന്നെയൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഗുരുതര വീഴ്ച, ജനങ്ങൾക്ക് സംശയം തോന്നും. ഹൈക്കോടതി കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ആരായാലും കോടതിയല്ലേ, കേരള ഹൈക്കോടതിയല്ലേ പറഞ്ഞത്? കേക്ക് അവർ ചോദിക്കണതിന് മറുപടി പറയട്ടെ, നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ. അല്ലല്ല, ഞാൻ ഹൈക്കോടതിയല്ലേ, ഞാൻ കേരള ഹൈക്കോടതിയുടെ വിധിയാണ്, കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. ഇവർ അന്വേഷണത്തിൽ ലാക്സിറ്റി ഉണ്ടെന്നും ഇവർ മന്ദഗതിയിലാക്കിയത് കൊണ്ടാണെന്നും ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതെന്നൊരു കോടതി വിധി. ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് ലാക്സിറ്റി ഉണ്ടെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, 1 മാസം 9 ദിവസവും ചെന്നൈയിലേക്ക് ദ്വാരപാലക ശില്പം കൊണ്ടുപോയി. അത് വ്യാജനം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സമയമെന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞല്ലോ, വ്യാജനം ഉണ്ടാക്കി അത് കോടീശ്വരന് വിറ്റു എന്ന് കോടതി പറഞ്ഞില്ലേ? വിറ്റു എന്ന് കോടതി അത് ശരിവെക്കുകയും ചെയ്ത്. അതായത് ഒറിജിനൽ ഇവിടെ കോടീശ്വരന് വിറ്റിട്ട് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കിയിട്ടാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്. എത്ര കൊടും ക്രൂരകൃത്യമാണ്, എന്ത് കൊള്ളയാണിത്! ഒറിജിനല് വിറ്റിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയ്ക്ക്. വെറും സ്വർണ്ണമല്ല വിറ്റിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപയ്ക്ക് ഒറിജിനൽ വിറ്റിട്ട് വ്യാജനം ഉണ്ടാക്കിയിട്ട്, വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അത് പൂശാൻ കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞു, കോടതിയും പറഞ്ഞു, കോടതി അത് ശരിവെച്ചു. 2 പ്രാവശ്യം കോടതിയുടെ ഓർഡർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, സഭയിൽ പ്രതിപക്ഷം വെല്ലിലിറങ്ങുന്നത് ആദ്യമായിട്ടാണോ? ഈ സഭയുടെ ചരിത്രത്തിൽ
ഏറ്റവും കുറവ് വെല്ലിലിറങ്ങിയിട്ടുള്ള പ്രതിപക്ഷമാണ് ഞങ്ങൾ നിയമസഭാ ചരിത്രത്തിൽ. ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത്. ആണല്ലോ, അപ്പുറത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾ. അവർ ഉണ്ടാക്കിയ ഒരു അക്രമവും ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഞങ്ങൾ സമാധാനപരമായ സമരമാണ്. ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടാണോ നിയമസഭയിൽ? ആണോ? ബാനർ കൊണ്ടുവരുന്നത്, പ്ലക്കാർഡ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണോ? ഞാൻ പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിന്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ. അന്ന് നിങ്ങളൊക്കെ കയറും അവിടെ. ഇപ്പൊ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് തന്നെ പടം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. മനസ്സിലായില്ലേ? പണ്ട് എല്ലാവരും കയറും. പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിന്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിട്ട് ഞാൻ പടം കാണിച്ചു തരാം. എത്രയോ പടങ്ങൾ. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന പോലെയാണ്. പിന്നെ നിയമസഭയിൽ ഒരു പ്രീസിഡൻസ് ഉണ്ട്. സഭയിൽ ഒരു ബഹളം ഉണ്ടായാൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ച് ഭരണകക്ഷിയെയും പ്രതിപക്ഷ നേതാക്കളെയും വിളിക്കും. എന്നിട്ട് ചർച്ച ചെയ്ത് തീർക്കാൻ ശ്രമിക്കും. മുഖ്യമന്ത്രി വരൂല ആ ചർച്ചയ്ക്ക്. മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് സ്പീക്കർ ആ ചർച്ചയ്ക്ക് വിളിക്കാത്തത്. ആ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. അപ്പൊ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. വി ഡി സതീശൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. പ്രക്ഷുബ്ധമായിരുന്നു നിയമസഭാ നടപടികൾ.